ജനാർദ്ദനക്കുറിപ്പാണ്. വാശികവും പഞ്ചതത്വവും എന്നുള്ള ഗ്രന്ഥത്തിലെ മൂന്നാമത് സർവചക്രാനുഷ്ഠാനം സിദ്ധമന്ത്രപ്രേരണം ഭാവനിർണയം. ഭൈരവി പറഞ്ഞു, ഇനി കാലവിചാരത്തിലും അകാല വിചാരത്തിലും വിചാരിക്കാനുള്ള ചക്രങ്ങളെ പറയാം. ഇതിനെ ആശ്രയിച്ചാൽ വീര ദിവ്യ പശുഭാവങ്ങളുടെ സിദ്ധി നേടാൻ കഴിയും. ചക്രരാജ വിചാരം ചെയ്ത് പ്രബലവും പ്രചണ്ഡവും പ്രസാദഗുണയുക്തവുമായ മഹാമന്ത്രത്തിൻ്റെ സിദ്ധമന്ത്രം അവിടെ ഇവിടെയും ചെയ്യാൻ പാടില്ല. ശക്തി കൂടാതെ മന്ത്രങ്ങൾക്ക് സിദ്ധാദി പ്രക്രിയ കൊണ്ട് ശോധന ചെയ്യേണ്ടതില്ല. ഇതുപോലെ വരാഹ, സൂര്യ, നരസിംഹ, പഞ്ചാക്ഷര, ചന്ദ്രചൂഡ കാലൻ്റെ മഹാമന്ത്രം, മഹാമൃത്യുഞ്ജയ മന്ത്രം എന്നിവയും നപുംസക മന്ത്രങ്ങളിലും ഹും നമ എന്നീ പദങ്ങൾ അവസാനിക്കുന്ന മന്ത്രങ്ങളാണ് നപുംസകം. സിദ്ധാദി പ്രക്രിയ കൊണ്ടുള്ള ശോധന ആവശ്യമില്ല. 20 അക്ഷരങ്ങളെക്കാൾ കൂടുതലുള്ള മന്ത്രങ്ങളെ അക്ഷരമാലാ മന്ത്രം എന്ന് പറയും. ആ മന്ത്രങ്ങളിലും സൂര്യമന്ത്രത്തിലും യോഗമന്ത്രത്തിലും കൃത്യമന്ത്രങ്ങളിലും ശിവബീജ മന്ത്രത്തിലും ശ്രീ വിഷ്ണു മന്ത്രത്തിലും സിദ്ധാദി പ്രക്രിയയ്ക്ക് വേണ്ടി ശോധന ആവശ്യമില്ല. ചക്രേശ്വരൻ, ചന്ദ്രമ, വരുണൻ്റെ മഹാമന്ത്രം, കാളി, താര എന്നിവരുടെ മന്ത്രങ്ങളിലും സിദ്ധാദി പ്രക്രിയകളിൽ ശോധന ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഇവയും ശോധന ചെയ്താൽ കൂടുതൽ നല്ലതാകുന്നു. ശോധന ആവശ്യമില്ലെങ്കിലും ശോധന ചെയ്യുന്നത് കൂടുതൽ നല്ലതാണെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മറ്റാരെ കൊണ്ട് ചെയ്യിക്കേണ്ടതുമില്ല. അത്യന്തം നല്ല ഫലം നൽകുന്ന മന്ത്രങ്ങളാണ് ഗ്രഹിക്കേണ്ടത്. കാരണം അത് കുലസംരക്ഷണം ചെയ്യുന്നു. ധനീ മന്ത്രം ഗ്രഹിക്കരുത്, അകുല മന്ത്രവും ഗ്രഹിക്കരുത്. ഈ മന്ത്രങ്ങളെ ഗ്രഹിക്കുന്നതുകൊണ്ട് മനുഷ്യന് മൃത്യുവുണ്ടാകുന്നു. കോടികൾ ജപിച്ചാൽ ഇവ സിദ്ധിയാകും. മന്ത്രത്തിലെ മായയുടെ അർത്ഥം മനനമാകുന്നു. അതിൻ്റെ അർത്ഥം വിജ്ഞാനമാണ്. ത്രായുടെ അർത്ഥം സംസാരബന്ധനത്തിൽ നിന്നുള്ള ത്രാണനമാണ്. മന്ത്രസിദ്ധി നേടിയവന് സംസാരത്തിൻ്റെ ജ്ഞാനമുണ്ടാകുന്നു. സംസാരബന്ധനത്തിൽ നിന്നും രക്ഷയും ഉണ്ടാകുന്നു. ഈ കാരണങ്ങളാൽ അതിനെ മന്ത്രം എന്ന് പറയുന്നു. മന്ത്രത്തിൻ്റെ ആദ്യം ഓം എന്ന പ്രണവമുള്ള മന്ത്രം ശൂദ്രന് പ്രദാനം ചെയ്യരുത്. ആത്മമന്ത്രം, ഗുരുമന്ത്രം, ഉപസംജ്ഞയില്ലാത്ത മന്ത്രം, അതായത് ശുദ്ധമന്ത്രം, പിതൃമന്ത്രം, മാതൃമന്ത്രം എന്നിവ സിദ്ധി നൽകുന്നതാണ്. ഇത് ഐശ്വര്യം ഉണ്ടാക്കുന്നതുമാണ്. ദീക്ഷയില്ലാതെ മനുഷ്യൻ ജപപൂജാദി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവരിൽ ദീക്ഷയില്ലാത്ത ശൂദ്രൻ നരകത്തിൽ പോകും. ദീക്ഷയില്ലാത്ത ബ്രാഹ്മണന് അധോഗതിയാണ് ഉണ്ടാവുക. ദീക്ഷയില്ലാതെയുള്ള മന്ത്രപ്രയോഗങ്ങൾ അയാൾക്ക് യാതൊരു ഫലവും നൽകിയിരുന്നില്ല. കല്ലിൽ വിതച്ച വിത്ത് പോലെ അത് ഫലമൊന്നുമില്ല. ദേവിയുടെ ദീക്ഷയില്ലാതെ പുരുഷന് നേടാനാവുകയില്ല. അയാൾക്ക് സദ്ഗതി ഉണ്ടാവുകയില്ല. അതിനാൽ സാധകൻ എന്ത് വിഷമം സഹിച്ചാലും ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിക്കണം. ദീക്ഷയ്ക്ക് മുമ്പ് ഇഷ്ടമില്ലാത്തവൻ മരിച്ചാൽ ദീക്ഷയില്ലാത്തവൻ മരിച്ചാൽ രൈരവമെന്ന നരകത്തിൽ പതിക്കും. അതിനാൽ കഷ്ടപ്പെട്ടും താന്ത്രം നിന്നും ദീക്ഷ അനുഗ്രഹിക്കും. ഇനി ചക്രങ്ങളെ പറ്റിയുള്ളതാണ്. അകടമ ചക്രം, അഷ്ടദള മഹാചക്രം, കുലാകുല ചക്രം, താരാചക്രം, ദേവത അവദേവതാ ഗണവിചാരം, രാശിചക്രം, കൂർമ്മചക്രം, ശിവചക്രം, ഗണിതക്രിയയും കാര്യങ്ങളും, വിഷ്ണു ചക്രം എന്നിവ കൊണ്ട് ആ പടലം അവസാനിക്കും. പിന്നെ ബ്രഹ്മചക്രത്തെ പറ്റിയാണ് 4-ാം പടലത്തിൽ പറയുന്നത്. ശ്രീചക്രത്തെ പറ്റി പറയുന്നു. ഋണധനി ചക്രത്തെപ്പറ്റി പിന്നീട് മന്ത്രദോഷാദി നിർണയത്തിൽ ഉൽക്കാചക്രം, രാമചക്രം, സൂക്ഷ്മചക്രം എന്നിവയെപ്പറ്റിയും പറയുന്നു. എല്ലാം രുദ്രയാമളത്തിൽ നിന്നുള്ളതാണ്. സിദ്ധമന്ത്രപ്രകാരം ഭാവനിർണയം. അകധ ചക്രം, സിദ്ധകുമാരി ഉപചാരവിലാസം ആണ് ഇനി അടുത്താണ് പറയാൻ പോകുന്നത്. ഇപ്പം ഇത്രയും മതി.